ആപ്കി അദാലത്തിൽ പ്രൊഡ്യൂസർ ഡയറക്ടർ റൈറ്റർ മഹേഷ് ഭട്ടിന്റെ മേലുള്ള കുറ്റാരോപണം ഇദ്ദേഹം വാർത്തകളിൽ ഇടം പിടിക്കാൻ വേണ്ടി കോൺട്രവേഴ്സീസ് ഉണ്ടാക്കുന്നു എന്നുള്ളതാണ്. ബട്ട് സർ, ഇപ്പോൾ നടന്ന ഒരു ഉദാഹരണം പറയാം. താങ്കൾക്കെതിരായിട്ട് ആക്രമണം നടന്നു. ഒരു അക്രമി താങ്കളുടെ നേരെ വന്ന് താങ്കളെ ആക്രമിച്ചു. ഗാങ്സ്റ്റർ വന്ന് ഞാൻ താങ്കളുടെ ശത്രുവാണെന്ന് പറയുന്നു. അങ്ങനെ സംഭവിച്ചിട്ടും താങ്കൾ പോലീസിന്റെ സംരക്ഷണം വേണ്ടെന്ന് പറഞ്ഞു. അത് ഞാൻ വേണ്ട എന്ന് പറഞ്ഞു. അതിന്റെ കാരണം എന്താണെന്ന് വെച്ചാൽ സെക്യുലറിസത്തിന് വേണ്ടിയുള്ള പോരാട്ടമാണ്. അതാണ് എന്റെ പോരാട്ടം. സ്വന്തം ജീവിതം സംരക്ഷിക്കാൻ വേണ്ടി മാസം 5000 രൂപ സമ്പാദിക്കുന്ന ഒരു യുവാവ് സ്വന്തം ജീവൻ പണയം വെച്ച് എന്നെ എന്തിനാണ് രക്ഷിക്കുന്നത്? എന്റെ ജീവൻ അത്രത്തോളം വില പിടിച്ചതോ വിശദമായതോ ഒന്നുമല്ല. എന്റെ ജീവൻ രക്ഷിക്കാൻ വേണ്ടി അയാളുടെ ജീവൻ നഷ്ടപ്പെടുത്താനായിട്ട്. സർ, ഒരുപക്ഷേ അപ്രതീക്ഷിതമായി എന്തെങ്കിലും സംഭവിച്ചാൽ, ഒരുപക്ഷെ വെടിവയ്പിൽ താങ്കൾക്ക് പരിക്ക് പറ്റുകയാണെങ്കിൽ അതിന്റെ കുറ്റം മുഴുവനും പോലീസിനാകില്ലേ? താങ്കൾക്ക് സെക്യൂരിറ്റി നൽകിയില്ലെന്ന് അതുകൊണ്ടാണ് അവർ പറഞ്ഞപ്പോൾ ഞാൻ വേണ്ടെന്ന് പറഞ്ഞത്. അവസാനം അവർ പറഞ്ഞതും ഇത് തന്നെയാണ്. നിങ്ങൾ ആവശ്യപ്പെട്ടില്ലെങ്കിലും സെക്യൂരിറ്റി തരേണ്ടത് ഞങ്ങളുടെ കടമയാണ്. ഓരോ പൗരന്റെ ജീവനും വിലപ്പെട്ടത് തന്നെയാണ്. ഒരുപക്ഷെ നിങ്ങളുടെ തലനാരിഴയ്ക്ക് പോലും എന്തെങ്കിലും സംഭവിച്ചാൽ അത് ഞങ്ങളുടെ ജോലിക്ക് ബാധകമാവുമെന്ന് അവർ പറഞ്ഞു. നിങ്ങൾ പിടിവാശി പിടിക്കാതെ ഇത് അംഗീകരിക്കൂ എന്നവർ പറഞ്ഞു. പലരും കരുതുന്നത് എന്താണെന്ന് വെച്ചാൽ താങ്കൾ ഇതൊക്കെ ഒരു ഗിമിക്സ് പോലെ ചെയ്യുകയാണെന്നാണ്, പബ്ലിസിറ്റിക്ക് വേണ്ടി ചെയ്യുന്നതാണെന്നാണ്. ഓരോ ദിവസവും ന്യൂസ് പേപ്പറിന്റെ ഫ്രണ്ട് പേജിൽ വരാൻ വേണ്ടിയാണ് ഇങ്ങനെയൊക്കെ ചെയ്യുന്നതെന്നാണ്. എന്റെ 30 വർഷത്തെ ജീവിതം വെറും കോൺട്രവേഴ്സിക്ക് മാത്രം ഉണ്ടായിരുന്നതാണോ? 50-ലേറെ സിനിമകൾ എടുത്ത ഒരാളാണ് ഞാൻ. അതിന്റെ ആ ശക്തി ഇപ്പോഴും ആൾക്കാരുടെ മനസ്സിൽ തങ്ങിക്കിടപ്പുണ്ട്. വെറും വോയിസ് മാത്രം കൊണ്ടോ അല്ലെങ്കിൽ ഷോ കാണിച്ചത് കൊണ്ടോ ഈ ഫിലിം ഇൻഡസ്ട്രിയിൽ ഇങ്ങനെ 30 വർഷം നിൽക്കാൻ പറ്റില്ല. എന്തെങ്കിലും ചെയ്യണം, എന്തെങ്കിലും കൊടുക്കണം. അങ്ങനെ എന്തെങ്കിലുമൊക്കെ ചെയ്തില്ലെങ്കിൽ ഈ സമൂഹം നിങ്ങൾക്കും ഒന്നും തിരിച്ചു തരില്ല. പക്ഷെ താങ്കൾ കോൺട്രവേഴ്സി ഉണ്ടാക്കാതിരിക്കുകയാണെങ്കിൽ സമൂഹം തീർച്ചയായിട്ടും താങ്കളെ സഹായിക്കും. കോൺട്രവേഴ്സി എന്ന ആ സംഭവത്തെ നിങ്ങൾക്ക് കുറച്ച് നേരത്തേക്ക് മാത്രമേ ആളുകളുടെ ശ്രദ്ധ തിരിപ്പിക്കാൻ പറ്റുകയുള്ളൂ. ശരിക്കും പറഞ്ഞാൽ 2.5 മണിക്കൂർ ആ ഇരുട്ടില് സിനിമ നടക്കുന്ന ഹാളിൽ ജനങ്ങൾ അനുഭവിക്കുന്ന വികാരമാണ് അവരെ ഇവിടെ നിന്ന് അവിടം വരെ കൊണ്ടുപോകുന്നത്. ഒരു പ്രോഡക്റ്റിന്റെ പവർ മനസ്സിലാക്കുന്നത് ഒരാളിൽ നിന്ന് അത് മറ്റൊരാളിലേക്ക് പോകുമ്പോൾ മാത്രമാണ്. വായ്മൊഴിയായി അത് പരക്കുന്നില്ല എങ്കിൽ ഒരു വണ്ടിയും ഇങ്ങനെ ഓടി. ശരി സാർ, ഇപ്പോൾ ജനങ്ങൾ താങ്കളെ കുറിച്ച് എന്താണ് കരുതുന്നതെന്ന് നമുക്ക് ആദ്യം ചോദിക്കാം. താങ്കൾ തന്നെ ചോദിക്കൂ. താങ്കളൊരു പടം എടുത്തിരുന്നു, ഡാഡി. ഇപ്പോൾ റീസെന്റ് ആയിട്ട് മേർഡർ എന്ന പേരിലൊരു പടവും കൂടി എടുത്തു. താങ്കളുടെ സ്റ്റാൻഡേർഡ് എന്തുകൊണ്ടാണ് ഇങ്ങനെ ഡിക്രീസ് ആയത്? നിങ്ങൾ ഈ പറയുന്ന ഡിക്രീസ് ബോക്സ് ഓഫീസിൽ ഇൻക്രീസ് ആയിരുന്നു. പക്ഷേ ഇപ്പോൾ ഉള്ള നിങ്ങൾ ഡാഡി കാണണമെന്ന് പറയുന്നു, പക്ഷേ ഇവിടെ ആളുകൾ കാണാൻ ആഗ്രഹിക്കുന്നത് മർഡർ മൂവിയാണ്. ഇതാണ് മാർക്കറ്റിന്റെ യഥാർത്ഥ സത്യം. ഡാഡി പടം എടുത്തപ്പോ അത് തിയേറ്ററിൽ റിലീസ് ചെയ്തപ്പോ അതൊരു ഫ്ലോപ്പ് മൂവിയായിരുന്നു. ടെലിവിഷനിലൊക്കെ ഓടി, ഒരുപാട് പേര് നല്ലത് പറഞ്ഞു, അവാർഡൊക്കെ കിട്ടി, ഒരുപാട് പേർ കണ്ടു. പക്ഷെ അതൊരു മർഡർ മൂവിയാണ്. ആൾക്കാരൊക്കെ ഇങ്ങനെ കുറ്റം പറയും, എന്നിട്ട് ടിക്കറ്റ് വാങ്ങുകയും ചെയ്യും. ടിക്കറ്റ് മാത്രമല്ല DVD വാങ്ങും, മ്യൂസിക് CD വാങ്ങും. ഇതാണ് മാർക്കറ്റിലെ സത്യം. എന്നാൽ നമ്മുടെ ഇന്ത്യ, അതായത് 1990-ലെ ഇന്ത്യ, 21st സെഞ്ച്വറിയിലെ ഇന്ത്യ മാറിയിരിക്കുന്നു. ലോകം മാറിയിരിക്കുന്നു. MTV ചാനൽ V വന്നതിന് ശേഷം നിങ്ങളുടെ വീടുകളിൽ ഒരുപാട് മാറ്റം ഉണ്ടായി. നിങ്ങൾ ഈ ഡ്രസ്സ് ഇട്ടിരിക്കുന്നത് പോലെ തന്നെ, ഇവിടെ വന്നിരിക്കുന്ന പെണ്ണുങ്ങൾ ഡ്രസ്സ് ധരിച്ചിരിക്കുന്ന പോലെ തന്നെ നമ്മുടെ ജീവിത രീതികൾ മൊത്തം മാറിപ്പോയി. നമ്മുടെ ലൈഫ് സ്റ്റൈൽ മാറിപ്പോയി. സമൂഹം ഇങ്ങനെ മാറിക്കൊണ്ടേയിരിക്കും. അതിനെയാണ് നിങ്ങൾ ഡിസ്റ്റോറീസ് എന്ന് പറയുന്നത്. പക്ഷെ എന്നെ സംബന്ധിച്ചിടത്തോളം ബോക്സ് ഓഫീസിൻ പ്രകാരം, അതായത് ബ്രാൻഡിന് വേണ്ടി പൊസിഷൻ പ്രകാരം നോക്കുകയാണെങ്കിൽ അതിനെ ഞാനൊരു ഗ്രോത്ത് ആയിട്ട് തന്നെയാണ് കാണുന്നത്. സാർ, താങ്കൾ സമൂഹം മാറുന്നതിനെ കുറിച്ച് സംസാരിക്കുന്നു, പക്ഷേ താങ്കൾ തന്നെ മാറിയതായിട്ടാണ് കരുതുന്നത്. സാരാംശം പോലെ നല്ല നല്ല സിനിമകൾ താങ്കൾ ചെയ്തു തരുന്നതാണ്. പക്ഷേ ഇപ്പോ മർഡർ, സെഹർ പോലുള്ള സിനിമകളാണ്. നോക്കൂ, കാര്യം അതായത് ഇപ്പോൾ ക്ലാപ്പ് ചെയ്തവർക്കിടയിൽ അവരോട് തന്നെ ചോദിച്ചു നോക്കൂ, അവരുടെ മനസ്സെന്താന്ന് ചോദിച്ചു നോക്കൂ. ഒരു പക്ഷേ മനസ്സുണ്ടെങ്കിൽ അവർ സഖം കാണുമോ അതോ മർഡർ മൂവി കാണുമോ? അവരോട് തന്നെ ചോദിച്ചു നോക്ക്. അവർക്ക് മർഡർ ആയിരിക്കും ഇഷ്ടപ്പെടുക. ഇവരെല്ലാരും പോയി സക്കം പടം കണ്ടിരുന്നെങ്കിൽ അതൊരു സൂപ്പർ ഫ്ലോപ്പ് ആകില്ലായിരുന്നു. സക്കം മൂവിക്ക് എന്റെ വീട്ടിൽ നിന്നെടുത്ത കാശ് 3.5 കോടി രൂപയാണ് ചെലവാക്കിയത്. 1 രൂപ പോലും തിരിച്ചു കിട്ടില്ല. വെറും 60,000 രൂപയുടെ ഒരു അവാർഡ് മാത്രമാണ് ലഭിച്ചത്. ആ സർട്ടിഫിക്കറ്റ് ഇപ്പോഴും എന്റെ വീടിന്റെ ഭിത്തിയിൽ തൂങ്ങിക്കിടപ്പുണ്ട്. കിട്ടിയ ആ മെഡലാണെങ്കിൽ കാലപ്പഴക്കം കൊണ്ട് കറുത്തു പോവുകയും ചെയ്തു. അപ്പൊ താങ്കൾ കച്ചവടമാവുന്ന പോലുള്ള സിനിമകളാണ് എടുക്കുന്നത്. പക്ഷേ ഇപ്പോൾ താങ്കൾ ഒരു പ്രൊഡ്യൂസർ ഡയറക്ടറിൽ നിന്ന് മാറി കച്ചവട മനോഭാവത്തോടെ. അത് ശരിയാണ്, താങ്കൾ പറഞ്ഞത് ശരിയാണ്. ഞാൻ എപ്പോഴും പടങ്ങൾ കച്ചവടത്തിന് മാത്രമാണ് ചെയ്യാറുള്ളത്. ബോക്സ് ഓഫീസിൽ ഹിറ്റാകാൻ വേണ്ടിയാണ് എടുക്കാറ്. പക്ഷേ ആ സിനിമയ്ക്കുള്ളിൽ ഞാൻ സാമൂഹ്യ സേവനം ലക്ഷ്യമാക്കാറുണ്ട്. അതുകൊണ്ടാണ് നമ്മൾ രാജസ്ഥാനെക്കുറിച്ചും സിനിമയെടുക്കുന്നത്, ഒറീസ സൈക്ലോണിനെ കുറിച്ചും സിനിമ എടുക്കുന്നത്. അതുപോലെ ജമായത്തുൽ ഹിന്ദ് ആ ഹിസ്റ്ററിയെക്കുറിച്ചും സിനിമ എടുക്കുന്നു. ഇപ്പോ അസാമിനെ കുറിച്ച് സിനിമ എടുക്കുന്നു. ഞങ്ങൾക്കൊരു കാര്യം വ്യക്തമായിട്ട് മനസ്സിലായിട്ടുണ്ട്. അതായത് ചില കാര്യങ്ങൾ മാത്രം ആളുകൾ
പബ്ലിക്കിന്റെ മുന്നിൽ വാവു വാവെന്ന് പറയും, എന്നിട്ട് കാശ് കൊടുത്ത് അത് വാങ്ങുകയില്ല. ക്ലാസിക്കിനൊക്കെ കൈയടിക്കും, എന്നിട്ട് വാങ്ങുന്നത് ജെയിംസ് ഹാർലി ചേസും. താങ്കൾ സിനിമകൾ വിൽക്കുന്നതിൽ പ്രശ്നമില്ല, ഞങ്ങൾ വേണ്ടാന്നും പറയുന്നില്ല. താങ്കൾ സിനിമ വിൽക്കാൻ വേണ്ടി എന്ത് വേണമെങ്കിലും ചെയ്തോളൂ. പക്ഷെ അശ്ലീലങ്ങൾ വളരെയധികം കൂടുതലാണ്. ആങ്ങള, ചേച്ചി, ഒരു കുടുംബമായിട്ട് ഇരുന്ന് കാണാൻ പറ്റാത്ത രീതി. താങ്കൾ തീർച്ചയായും ഈ ചോദ്യത്തിന് ഉത്തരം നൽകിയേ മതിയാവും. അതിന്റെ കാര്യം എന്താണെന്ന് വെച്ചാൽ, ഒരു വിഷയത്തെ ഞാൻ നിങ്ങളോട് നേരിട്ട് പറയാനായിട്ട് ആഗ്രഹിക്കുന്നു. ഞാൻ എടുക്കുന്ന സിനിമകളെല്ലാം തന്നെ ഇന്ത്യയിലെ സെൻസർ ബോർഡിനെ കാണിച്ചിട്ടാണ്, അവരുടെ നിന്ന് സർട്ടിഫിക്കറ്റ് വാങ്ങിയ ശേഷമാണ് ഞാൻ റിലീസ് ചെയ്യുന്നത്. ഇതൊരു ലീഗലായ പ്രോസസ്സാണ്. ദാ നോക്കൂ സർ, ഇതുപോലുള്ള സിനിമകൾ സെൻസർ ബോർഡ് അപ്രൂവ് ചെയ്തു കഴിഞ്ഞാൽ ഞങ്ങൾ സെൻസർ ബോർഡിനെതിരായിട്ട് സമരം ചെയ്യേണ്ടി വരും. എനിക്ക് അങ്ങനെയുള്ള ഇനിയൊരു പ്രശ്നങ്ങളെ കാര്യം പറ്റി പറഞ്ഞാൽ ഞാൻ താങ്കളുടെ വലിയ ഫാനാണ്. പക്ഷേ തെറ്റിനെ തെറ്റെന്നല്ലേ പറയാൻ പറ്റൂ. താങ്കളുടെ സിനിമകളിൽ കൂടുതലും ഈ ഗ്ലാമർ കാണിക്കുന്ന രീതിയിൽ അത് താങ്കളുടെ പരിധികൾ പേരെന്താണ്? ലംഘിച്ചു പോകുന്നു. താങ്കളുടെ പേരെന്താ? ഷബ്നം ഖാൻ. ഷബ്നം ഖാൻ. ഞാൻ 50-ലേറെ സിനിമകൾ എടുത്ത ഒരാളാണ്. നിങ്ങള് മർഡറിനെ കുറിച്ചാണ് സംസാരിക്കുന്നത് അതോ ജിസത്തെ കുറിച്ചാണ് സാറ് സംസാരിക്കുന്നത്? പറയുന്നത് സക്കം പടത്തിനെ കുറിച്ചല്ലേ? അത് ആരും കണ്ടില്ലെന്നല്ലേ സാറ് പറയുന്നത്? പക്ഷെ ആ സിനിമയെ ഞാൻ ഫുള്ള് കണ്ടിരുന്നു. അവിടെ തിയേറ്ററിൽ ഒരു വലിയ സർട്ടിഫിക്കറ്റ് വെച്ചിട്ടുണ്ട്, ഇത് അഡൽസിലുള്ളത് മാത്രമാണെന്ന്. ആ പടത്തിൽ എന്താ ഉള്ളതെന്ന് ഉറപ്പായിട്ടും നിങ്ങൾക്ക് ക്രിട്ടിക്സ് മുഖേന അറിഞ്ഞ് കാണുകയും ചെയ്യാമായിരിക്കും. നിങ്ങൾക്ക് മനസ്സിലാകുമല്ലോ, ഈ നാട്ടില് ഓരോ ക്ഷേത്രത്തിലും സെക്ഷൽ ആയിട്ടുള്ള ശില്പങ്ങളൊക്കെയുണ്ട്. നമ്മുടെ രാജ്യത്ത് വാൽശാനെ കുറിച്ചും സംസാരിക്കാറുണ്ട്. അതായത് ഞങ്ങൾ ഈ സിനിമകൾ ആരെയും പ്രത്യേകിച്ച് അവമാനിക്കാൻ വേണ്ടിയിട്ട് മനഃപൂർവ്വം ഉണ്ടാക്കുന്നതൊന്നും അല്ല. സ്വന്തം ജീവിതത്തിൽ അവരെങ്ങനെയൊക്കെ പെരുമാറുമെന്ന് നമുക്ക് ഊഹിക്കാൻ പറ്റും. നിങ്ങൾക്ക് ഇങ്ങനെയുള്ള സിനിമകൾ ഇഷ്ടമല്ലെങ്കിൽ നിങ്ങളത് കാണാൻ വേണ്ടി നിൽക്കണ്ട. ഇങ്ങനെയുള്ള സിനിമകൾ കാണാൻ ആഗ്രഹിക്കുന്നില്ലെങ്കിൽ നിങ്ങളത് കാണണ്ട. പക്ഷെ ഈ ഹോളില് ഒരാൾ മാത്രം, ഒരേ ഒരാൾ, അയാൾ കാണാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ അയാളെ തടയാൻ നിങ്ങൾക്ക് അധികാരമില്ല. അത് വൃത്തികെട്ട സിനിമയാണ്, അത് കാണരുതെന്ന് പറയാൻ നിങ്ങൾക്ക് അധികാരമില്ല. ഞാൻ ആ ഒരു വ്യക്തിക്ക് വേണ്ടിയാണ് സിനിമ എടുക്കുന്നത്. ബാക്കി 99% വേണ്ടിയിട്ടല്ല ഞാൻ സിനിമ എടുക്കുന്നത്. ആ അവകാശം എനിക്കില്ലേ? ബട്ട് സർ, താങ്കൾ പറഞ്ഞതുപോലെ ഈ സിനിമകളിൽ വൃത്തികേടില്ലെങ്കിൽ താങ്കൾ ഒരു സിനിമയ്ക്ക് ബ്ലൂ ഫിലിം എന്നാണ് പേര് വെച്ചത്. പിന്നീട് താങ്കൾ തന്നെ അത് മാറ്റി. കലിയുഗ് സിനിമ കണ്ട ആരെങ്കിലും ഇവിടെ ഉണ്ടെങ്കിൽ എന്റെ മുഖത്ത് നോക്കി അതൊരു അശ്ലീല സിനിമയാണെന്ന് പറയൂ. അതിൽ ഒരു വിധത്തിലുള്ള അശ്ലീലവും ഇല്ല. ശരിക്കും പറഞ്ഞാൽ അശ്ലീലമുണ്ടായത് നീലൻ നിക്കീലയിലായിരുന്നു. അതിനെ നിങ്ങൾ ഫാമിലി സിനിമയെന്ന് പറയുന്നു. നിങ്ങളിൽ ഒരു പെർസെപ്ഷൻ ഉണ്ടാവുന്നുണ്ട്. ആ പെർസെപ്ഷൻ ഉണ്ടാക്കുന്നത് മീഡിയയാണ്. ആളുകളുടെ മനസ്സിൽ ആ ധാരണയുണ്ടായത് കാരണം കലിയുഗ് ഒരു ബ്ലൂ ഫിലിം ആണെന്നുള്ള ഒരു പോസ്റ്റർ വെക്കണമെന്ന് ആഗ്രഹിച്ചു. അത് ബ്ലൂ ഫിലിം ആണെന്നുള്ള ഒരു ടൈറ്റിൽ വെക്കാൻ ആഗ്രഹിച്ചു. അങ്ങനെ ചെയ്താൽ പ്രേക്ഷകർ അത് കാണാൻ വരില്ല എന്ന് ഞങ്ങൾക്ക് മനസ്സിലായി. കാരണം അത് പോണോഗ്രാഫിക്ക് എതിരായിട്ടുള്ള സിനിമയാണ്. ആ സിനിമയിൽ സെൻസർ ബോർഡ് ഒരു കട്ട് പോലും ചെയ്തിട്ടില്ല. ആ സിനിമ ശരിക്കും ഒരു മിഡിൽ ക്ലാസ് ഫാമിലിയുടെ സിനിമയായിരുന്നു. പക്ഷേ ബ്ലൂ ഫിലിം എന്ന് പേര് വെച്ചാൽ അതൊരു റോങ് സിഗ്നൽ ആയി മാറുമെന്ന് കരുതിയാണ് ഞങ്ങൾ അതിങ്ങനെ ചെയ്യാതിരുന്നത്. പറഞ്ഞു വന്ന ഡ്രസ്സിനെ കുറിച്ചാണ്. ഇപ്പോഴത്തെ ഹീറോയിനുകളുടെ ഡ്രസ്സൊക്കെ കണ്ടു കഴിഞ്ഞാൽ അത് കണ്ട് കൊച്ചു പെമ്പിളാരൊക്കെ ഈസി ആയിട്ട് കോപ്പി അടിക്കുന്നു. സോ അതുപോലെ ഡ്രസ്സ് ധരിക്കുന്നത് നന്നായിരിക്കോ? എങ്ങനത്തെ ഡ്രസ്സ്? താങ്കളുടെ സിനിമയെ കുറിച്ചാണ് ഈ അവര് ഡ്രസ്സൊക്കെ പറയുന്നത്. വളരെ താങ്കളുടെ സിനിമകൾ കുറഞ്ഞു വളരെ പോവുകയാണ്. നന്നായിട്ടുണ്ട്, പക്ഷെ സ്ത്രീകൾക്ക് കുറച്ചുകൂടെ വസ്ത്രം അതെ, വേണം. അങ്ങനെ തന്നെ. അതായത് ഹീറോയിനുകൾ ഇന്ത്യൻ ഡ്രസ്സ് ധരിച്ചു കഴിഞ്ഞാൽ അത് ഞങ്ങൾക്ക് ഇഷ്ടപ്പെടില്ലെന്ന് കരുതിയോ? ഹീറോയിന് സൽവാർ കമീസൊക്കെ ഇട്ട് കൊടുക്കണമെന്ന് ഞങ്ങൾ ആഗ്രഹിക്കാറുണ്ട്. പക്ഷേ ഹീറോയിൻസ് ഞങ്ങളോട് ചോദിക്കുന്നത് നിങ്ങൾ ഞങ്ങളെ ഇവിടുന്ന് ഓടിക്കാൻ വേണ്ടിയിട്ടാണോ എന്ന്. രാഖി സാവന്ത് ഇടുന്ന പോലെ ഡ്രസ്സ് ഇടാൻ ഞങ്ങളും ആഗ്രഹിക്കുന്നുണ്ടെന്ന് പറയും.